സ്വാഗതം ടോപ് 10ലേക്ക്. PM ശ്രീയിൽ നിലപാടിൽ വെള്ളം ചേർക്കുന്നതാരൊക്കെ? ഭരണപ്രതിപക്ഷങ്ങൾ പരസ്പരം മാറിയപ്പോൾ നിലപാടുകളും അതനുസരിച്ച് മാറുകയാണ്. അധികാരത്തിലെത്തിയാൽ VD സതീശനും കൂട്ടരും അറബിക്കടലിൽ ഒഴുക്കാനിരുന്ന പദ്ധതി മുൻ സർക്കാർ ധാരണാപത്രത്തിൽ ഒപ്പിട്ടതിന്റെ പേരിൽ മുന്നോട്ടെന്ന് പറയുമ്പോൾ അതാണോ തടസ്സമെന്ന് ചോദിക്കുന്നു ചിലർ. ഇനിയിപ്പോൾ കൈപ്പറ്റിയ പണമാണോ പ്രശ്നം? കിട്ടിയത് SSK ഫണ്ടെന്ന് പിണറായി അടിവരയിടുന്നുമുണ്ട്. എന്തായാലും രാഷ്ട്രീയ വാദപ്രതിവാദങ്ങൾ മുറയ്ക്ക് നടക്കുമ്പോൾ കുട്ടികൾക്ക് അർഹമായ ആനുകൂല്യങ്ങൾ അത് എന്തിന്റെ പേരിലാണെങ്കിലും നഷ്ടപ്പെടുത്തരുത് എന്ന ഓർമ്മപ്പെടുത്തലോടെ പ്രധാന വാർത്തകളിലേക്ക്. പകർച്ചപ്പനി ഭീതിയിൽ കേരളം. 19 പേർക്ക് കൂടി ഷിഗല്ല, 68 പേർക്ക് ഡെങ്കിപ്പനി, ഒരു മരണം. തിരുവനന്തപുരത്ത് കുരങ്ങുപനി, എലിപ്പനി, മലേറിയ കേസുകളും കൂടുന്നു. നിപയിൽ ആശ്വാസം. DHS ഡോക്ടർ റീനയുടെ സ്ഥലം മാറ്റം സ്റ്റേ ചെയ്ത തിരുവനന്തപുരം അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ. തുരപ്പൻ പണി നടത്തുന്നവർ കസേരയിൽ ഇരിക്കില്ല എന്ന് ആരോഗ്യമന്ത്രി K മുരളീധരൻ. അവയവക്കടത്ത് കേസിൽ കുരുക്കുമുറുക്കി ED. കൊച്ചിയിലെ വിവിധ സ്വകാര്യ ആശുപത്രികളിലും മുഖ്യപ്രതി നജീബ് കല്ലഡ്രയുടെ വീട്ടിലുമടക്കം 9ഓളം കേന്ദ്രങ്ങളിൽ ഒരേ സമയം റെയ്ഡ്. നിരവധി രേഖകൾ പിടിച്ചെടുത്തു. യൂത്ത് കോൺഗ്രസുകാരെ ഗൺമാൻമാർ മർദ്ദിച്ച കേസിൽ SITയുടെ നിർണായക നീക്കം. ADGPയുടെ ഓഫീസിൽ പരിശോധന. സന്ദർശക രജിസ്റ്ററും CCTV ദൃശ്യങ്ങളും പോലീസ് ക്ലബിലെ രേഖകളും ശേഖരിച്ചു. ഗൺമാൻമാർ അടക്കമുള്ള ഉദ്യോഗസ്ഥർക്ക് ഹൈക്കോടതി നോട്ടീസ്. സ്ത്രീകളെ സംരക്ഷിക്കാൻ വേണ്ടി ഒരു വണ്ടിയിൽ ഫ്രീ ആയിട്ട് കൊടുക്കും. ഇത് വയോജനങ്ങൾക്ക് എന്തുകൊണ്ട് കൊടുക്കുന്നില്ല? കാരുണ്യ പദ്ധതി ഇപ്പോൾ ഗവൺമെൻറ് പുതിയ ഗവൺമെൻറ്റാണല്ലോ, നമ്മുടെ ഗവൺമെൻറ്റാണല്ലോ വന്നിട്ടുള്ളത്. അപ്പോൾ അത് വീണ്ടും കൊണ്ടുവരണം. നാടകം മാത്രമല്ല, എല്ലാ കലാരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളെയും അത്തരത്തിൽ പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു ഇടപെടൽ ഉണ്ടാവണം. VD സതീശൻ സർക്കാരിന്റെ ആദ്യ ബജറ്റ് നാളെ. പ്രതീക്ഷയോടെ കേരളം. സംസ്ഥാനത്തിന്റെ വരുമാനം വർദ്ധിപ്പിക്കാനുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടായേക്കും. കിഫ്ബി പുനഃസംഘടിപ്പിക്കാനും സാധ്യത. PM ശ്രീയിലെ ഇളവുകൾ ഉൾപ്പെടെ കേന്ദ്രവുമായി തുടർ നടപടികൾ ചർച്ച ചെയ്യാൻ സംസ്ഥാന സർക്കാർ. മന്ത്രിസഭാ ഉപസമിതി ഉടൻ റിപ്പോർട്ട് നൽകും. പദ്ധതിയിൽ ഭരണ പ്രതിപക്ഷ പോര്. UDF സർക്കാർ BJPക്ക് കീഴടങ്ങിയെന്ന് പ്രതിപക്ഷ നേതാവ്. ഒപ്പിട്ടതിനാൽ പിന്നോട്ടു പോകാനാകില്ല എന്ന് ഭരണപക്ഷം. അമേരിക്ക ഇറാൻ സമാധാന കരാർ യാഥാർത്ഥ്യമായി ഔദ്യോഗിക സ്ഥിരീകരണം. ഫ്രാൻസിൽ വെച്ച് കരാറിൽ ഒപ്പുവച്ചു എന്ന് ട്രംപ്. US സൈനിക ഉപരോധം നീക്കിയതോടെ ഹോർമുസ് സാധാരണ നിലയിലേക്ക്. ക്രൂഡ് ഓയിൽ വില യുദ്ധത്തിന് മുൻപുള്ള സ്ഥിതിയിലേക്ക്. രാജ്യത്ത് ഇന്ധനവില കുറയുമെന്ന പ്രതീക്ഷയിൽ ജനങ്ങൾ. മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് അനുവദിക്കില്ലെന്ന് വിജയ് സർക്കാരിന്റെ നയപ്രഖ്യാപനം. പുതിയ അണക്കെട്ടിനുള്ള കേരളത്തിന്റെ ശ്രമങ്ങൾ തടയും. അറ്റകുറ്റപ്പണി നടത്തുമെന്നും ജലനിരപ്പ് ഉയർത്തുമെന്നും പ്രഖ്യാപനം. ലോകകപ്പ് ഫുട്ബോളിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ചെക്ക് റിപ്പബ്ലിക് 1 ഗോളിന് മുന്നിൽ. 6-ാം മിനിറ്റിൽ ഗോളടിച്ച മൈക്കിൾ സാഡ്ലേക്ക്. ഇന്ന് 12:30 ബോസ്നിയ സ്വിറ്റ്സർലൻഡിനെ നേരിടും. നാളെ പുലർച്ചെ 3:30 ഖത്തർ കാനഡ പോരാട്ടം. UAEയിൽ 15 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ സോഷ്യൽ മീഡിയ ഉപയോഗത്തിന് വിലക്ക്. അക്കൗണ്ട് തുറക്കാനോ മറ്റുള്ളവരുടെ അക്കൗണ്ടുകൾ ഉപയോഗിക്കാനോ കഴിയില്ല. തീരുമാനം കൈക്കൊള്ളുന്ന ആദ്യ ഗൾഫ് രാജ്യം. സ്റ്റോറി ഓഫ് ദി ഡേ. ചെറിയൊരു ശ്രമം, വലിയൊരു സന്ദേശം. സംസ്ഥാനത്ത് പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുകയാണ്. ഡെങ്കിപ്പനി ബാധിച്ച് ഇന്നൊരാൾ മരിച്ചു. സംസ്ഥാനത്ത് ആദ്യമായി എംപോക്സും റിപ്പോർട്ട് ചെയ്തു. 19 പേർക്കാണെന്ന് ഷിഗല്ല സ്ഥിരീകരിച്ചത്. ഇതിനിടയിൽ മഞ്ഞപ്പിത്തം ബാധിച്ച് ഒരു മരണവും സംഭവിച്ചിരിക്കുന്നു. എറണാകുളത്ത് 66-കാരന്റെ മരണകാരണം വൈറൽ അണുബാധയെ തുടർന്നുണ്ടാകുന്ന അക്യൂട്ട് എൻസെഫലൈറ്റിസ് സിൻഡ്രോം എന്ന സ്ഥിരീകരണവും വന്നിരിക്കുന്നു. എന്തായാലും രോഗവ്യാപനം കൂടുന്ന സാഹചര്യത്തിൽ സംസ്ഥാന വ്യാപക ക്യാമ്പയിന് തയ്യാറെടുക്കുകയാണ് സർക്കാർ. പകർച്ചവ്യാധികൾ പെരുകുന്നതോടെ കടുത്ത ആശങ്കയിലാണ് സംസ്ഥാനം. 13,000-ലധികം പേർക്കാണ് ഇന്ന് പനി സ്ഥിരീകരിച്ചത്. ഡെങ്കിപ്പനി ബാധിച്ച് ഒരു മരണം സ്ഥിരീകരിച്ച ദിവസത്തിൽ രോഗികളുടെ എണ്ണത്തിലും വലിയ വർധനവുണ്ടായിട്ടുണ്ട്. തൃശൂർ നാട്ടികയിൽ ഇന്നലെ മരിച്ച 67-കാരിയുടെ മരണം ഡെങ്കു ബാധയെ തുടർന്നാണെന്ന് സ്ഥിരീകരിച്ചു. ഇന്നു മാത്രം രോഗം സ്ഥിരീകരിച്ചത് 68 പേർക്കാണ്.
തിരുവനന്തപുരത്ത് മാത്രം രോഗബാധിതരായത് 24 പേർ. വൈറൽ അണുബാധയെ തുടർന്നുണ്ടാകുന്ന അക്യൂട്ട് എൻസെഫലൈറ്റിസ് സിൻഡ്രം എന്ന രോഗാവസ്ഥ മൂലം മരണം സ്ഥിരീകരിച്ചപ്പോൾ ഒരു രോഗബാധ കൂടി ഇന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഷിഗല്ല രോഗബാധിതരുടെ എണ്ണത്തിലും വലിയ വർധനവുണ്ടായിട്ടുണ്ട്. 19 പേർക്കാണ് ഇന്നു മാത്രം രോഗം സ്ഥിരീകരിച്ചത്. കൊല്ലം, ഇടുക്കി, കോഴിക്കോട് ജില്ലകളിലായി 4 മലേറിയ കേസുകളും റിപ്പോർട്ട് ചെയ്തു. ഇന്നു മാത്രം എലിപ്പനി ബാധിച്ചത് 16 പേർക്കാണ്. കോട്ടയത്ത് ഇൻഫ്ലുവൻസ ബാധിച്ച ഒരു മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മീനച്ചി സ്വദേശി 40-കാരനാണ് മരിച്ചത്. 105 പേർക്കാണ് ഇന്ന് രോഗം സ്ഥിരീകരിച്ചത്. ഒരു അമീബിക് മസ്തിഷ്ക ജ്വരം ഇന്ന് റിപ്പോർട്ട് ചെയ്തു. പുതിയ നിപ്പ കേസുകൾ റിപ്പോർട്ട് ചെയ്യാത്തത് ആശ്വാസമാണ്. പകർച്ചവ്യാധികൾ പെരുകുന്ന സാഹചര്യത്തിൽ സംസ്ഥാനതല ക്യാമ്പയിനുമായി രംഗത്ത് വരികയാണ് സർക്കാർ. ജൂൺ 16 ആരംഭിച്ച ക്യാമ്പയിൻ ജൂലൈ 31 വരെ നീണ്ടു നിൽക്കും. വിവിധ വകുപ്പുകളുടെ സഹകരണത്തോടെ എല്ലാ ജില്ലകളിലും ബോധവൽക്കരണം നടത്താനാണ് തീരുമാനം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. സ്ഥലം മാറ്റ നടപടിയിൽ സർക്കാരിന് വീണ്ടും തിരിച്ചടി. പകർച്ചവ്യാധി കാലത്ത് 15 ദിവസം അവധി ചോദിച്ചു എന്ന് പറഞ്ഞ് ആരോഗ്യവകുപ്പ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് ഡോക്ടർ KJ റീനയെ മാറ്റിയ ഉത്തരവ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ സ്റ്റേ ചെയ്തിരിക്കുകയാണ്. എന്നാൽ തൊരപ്പൻ പണി നടത്തുന്നവർ ഈ കസേരയിൽ ഇരിക്കില്ല എന്നും അതിനാൽ തീരുമാനത്തിൽ നിന്ന് ഒരടി പിന്നോട്ടില്ല എന്നും അറിയിക്കുകയാണ് ആരോഗ്യമന്ത്രി K മുരളീധരൻ. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ആരോഗ്യവകുപ്പ് ഡയറക്ടർ പദവിയിൽ നിന്നും ഡോക്ടർ റീനയെ സ്ഥലം മാറ്റിയത്. DHS പദവിയിൽ 3 വർഷം പൂർത്തിയാക്കി. പകർച്ചവ്യാധിക്കാലത്ത് 15 ദിവസത്തെ അവധിക്ക് അപേക്ഷിച്ചു. തുടങ്ങിയ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു സർക്കാരിന്റെ ആദ്യ ഉത്തരവ്. എറണാകുളം റീജിയണൽ ഹെൽത്ത് ലബോറട്ടറി ഡയറക്ടർ പദവിയിലേക്കായിരുന്നു റീനയെ സ്ഥലം മാറ്റിയത്. ഇതിന് പിന്നാലെ റീന തിരുവനന്തപുരം അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ സമീപിച്ചു. 15 ദിവസത്തെ അവധിയപേക്ഷ നൽകിയിട്ടില്ലെന്ന് രേഖാമൂലം വ്യക്തമാക്കുകയും ചെയ്തു. സ്പെഷ്യൽ റൂൾ പ്രകാരം ആരോഗ്യവകുപ്പ് ഡയറക്ടർ പദവിക്ക് 3 വർഷത്തെ സമയപരിധിയില്ലെന്നും അഡ്മിനിസ്ട്രേറ്റീവ് കേഡറിൽ നിന്ന് സ്പെഷ്യാലിറ്റി കേഡറിലേക്ക് എക്സിക്യൂട്ടീവ് ഓർഡർ വഴി മാറ്റാനാകില്ലെന്നും വാദിച്ചു. ചോദിച്ചിട്ടില്ലാത്ത അവധി അപേക്ഷയുടെ പേരിൽ വ്യാജ ആരോപണം ഉന്നയിച്ച് അപമാനിച്ചെന്നും റീന ഹർജിയിൽ ചൂണ്ടിക്കാട്ടി. ഈ വാദങ്ങൾ കണക്കിലെടുത്താണ് 2 ആഴ്ചത്തെ സ്റ്റേ ട്രൈബ്യൂണൽ അനുവദിച്ചത്. എന്നാൽ ഇതിനോട് ആരോഗ്യമന്ത്രിയുടെ പ്രതികരണം ഇങ്ങനെ: അതൊക്കെ ഭരണപരമായിട്ടുള്ള കാര്യങ്ങളിൽ ചിലപ്പോൾ ചില തീരുമാനങ്ങൾ ഉണ്ടാവും. അതിൽ മേലിംഗ് സ്ഥാപനങ്ങളൊക്കെ ഉണ്ടല്ലോ. ഏതായാലും ഒരു കാര്യം വ്യക്തമാണ്, സർക്കാരിനെ അനുസരിക്കാത്ത ഉദ്യോഗസ്ഥന്മാർ K മുരളീധരൻ ഈ കസാലിൽ ഇരിക്കുമ്പോൾ ആ സ്ഥാനത്ത് ഉണ്ടാവില്ല. ഞാൻ ചോദിക്കട്ടെ, സെൻകുമാറിനെ DGP സ്ഥാനത്ത് മാറ്റിയപ്പോൾ പിണറായി രാജിവെച്ചോ? ഇല്ല. ആരോഗ്യവകുപ്പ് ഡയറക്ടർ സ്ഥാനത്ത് നിന്നും ഡോക്ടർ KJ റീനയെ മാറ്റുകയും അഡീഷണൽ ഡയറക്ടറായ ഡോക്ടർ V മീനാക്ഷിക്ക് ചുമതല നൽകുകയും ചെയ്തിരുന്നു. ആദ്യ ഉത്തരവിലുണ്ടായിരുന്ന 15 ദിവസത്തെ അവധി അപേക്ഷയുടെ ഭാഗം നീക്കി റീനയ്ക്ക് വീണ്ടും സർക്കാർ സ്ഥലം മാറ്റ ഉത്തരവ് നൽകുകയും ചെയ്തു. ഇതിനൊക്കെയും അവസാനമെത്തിയ ട്രൈബ്യൂണലിന്റെ വിധി സർക്കാരിന് വലിയ തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. സംസ്ഥാനത്തെ അവയവക്കടത്ത് കേസിലെ സാമ്പത്തിക വഴി തിരയുകയാണ് ED. സ്വകാര്യ ആശുപത്രി ഉൾപ്പെടെ 5 ഇടങ്ങളിലാണ് ഇന്ന് ഒരേ സമയം റെയ്ഡ് നടത്തിയത്. അവയവക്കടത്ത് കേസിലെ പ്രതി നജീബ് കലഡ്രിയുമായി പണമിടപാട് നടന്നതായി കണ്ടെത്തിയ ആശുപത്രികളിലും കലഡ്ര നജീബിന്റെ വീട്ടിലും പ്രതികളായ മായയുടെയും ശ്രീജയുടെയും വീടുകളിലുമൊക്കെ പരിശോധന നടന്നു. വ്യാജരേഖകൾ ചമച്ച് അവയവക്കടത്ത് നടത്തിയ കേസിലെ പ്രധാന പ്രതി കാസർഗോഡ് സ്വദേശി നജീബ് കല്ലട്രയുമായി സാമ്പത്തിക ഇടപാട് നടത്തിയ ആശുപത്രികളിലായിരുന്നു പരിശോധന. ഇന്ന് പുലർച്ചെ മുതൽ സംസ്ഥാനത്തെ 4 ജില്ലകളിലെ ആശുപത്രികളിൽ ED റെയ്ഡ് നടത്തി. അവയവക്കടത്ത് നടത്തിയ കേസിൽ പോലീസ് പിടികൂടിയ നജീബിന്റെ ബാങ്ക് അക്കൗണ്ട് പരിശോധിച്ചതിൽ നിന്നാണ് ആശുപത്രികളിൽ നിന്നും ഇയാൾക്ക് പണം ലഭിച്ചിരുന്നതായി കണ്ടെത്തിയത്. അവയവങ്ങൾ വിൽപ്പന നടത്തിയതിനുള്ള പാരിതോഷികമാണോ ഈ തുകയെന്നാണ് ED അന്വേഷിക്കുന്നത്. കൊച്ചിയിൽ മാത്രം 5 ആശുപത്രികളിൽ ED റെയ്ഡ് നടത്തി. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം എന്നീ ജില്ലകളിലാണ് മറ്റാശുപത്രികൾ. നേരത്തെ കേസുമായി ബന്ധപ്പെട്ട് പല സ്ഥലങ്ങളിലും വ്യാപകമായ പോലീസ് പരിശോധന നടന്നിരുന്നു. നജീബിനായി വിവിധ ജില്ലകളിൽ ഏജന്റുമാർ പ്രവർത്തിച്ചിരുന്നതായും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. നജീബ് കലട്ര, ഇയാളുടെ ഭാര്യ എന്നിവരടക്കം 6 പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. നജീബിന്റെ ഡയറിയിൽ പരാമർശിച്ചിരുന്ന അവയവദാതാക്കളുടെയും അവയവം സ്വീകരിച്ചവരുടെയും മൊഴിയും പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. അമൃത ന്യൂസ്, കൊച്ചി. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച രക്ഷാപ്രവർത്തന കേസിലെ രേഖകൾ തിരുത്തിയോ? അന്വേഷണത്തിലാണ് SIT. ഇതിനായി ADGPയുടെ ഓഫീസിൽ പരിശോധന നടത്തി. സന്ദർശക രജിസ്റ്റർ, CCTV ദൃശ്യങ്ങൾ, പോലീസ് ക്ലബിലെ രേഖകൾ എന്നിവയൊക്കെ പരിശോധിച്ചു. അന്വേഷണത്തിന്റെ ഭാഗമായി ADGP ഓഫീസിൽ പരിശോധന നടക്കുന്നത് ഇതാദ്യമായാണ്. DYSP ബൈജു പൗലോസ് നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം ഇന്നലെയാണ് ക്രമസമാധാന ചുമതലയുള്ള ADGPയുടെ ഓഫീസിൽ പരിശോധന നടത്തിയത്. MR അജിത് കുമാറിന്റെ പഴയ ഓഫീസാണ് ഇത്.
നവകേരള യാത്രയ്ക്കിടെ പിണറായി വിജയന്റെ ഗൺമാന്മാർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച കേസിൽ ADGP MR അജിത് കുമാറിന്റെ ഓഫീസിൽ വെച്ച കേസ് രേഖകൾ തിരുത്തിയെന്ന SITക്ക് മൊഴി ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടത്തിയത്. സംഭവം നടക്കുമ്പോൾ MR അജിത് കുമാർ ആയിരുന്നു ക്രമസമാധാന ചുമതലയുള്ള ADGP. ADGPയുടെ ഓഫീസിലുള്ള 2 SIമാരാണ് രേഖകൾ പരിശോധിച്ചതെന്നും പിന്നീട് ADGPയുടെ ഓഫീസിൽ നിന്നും തിരുത്തൽ വരുത്തിയെന്നുമായിരുന്നു മൊഴി. അതേസമയം കേസിലെ പ്രതികളായ 5 പോലീസുകാരുടെ മുൻകൂർ ജാമ്യം റദ്ദാക്കണമെന്ന സർക്കാർ അപ്പീലിൽ ഹൈക്കോടതി പ്രതികളുടെ വിശദീകരണം തേടി. ഈ മാസം 27-നകം മറുപടി നൽകണമെന്നാണ് നിർദ്ദേശം. പിണറായി വിജയന്റെ ഗൺമാന്മാരായിരുന്ന അനിൽ കല്ലിയൂർ, സന്ദീപ് എന്നിവരടക്കം 5 പ്രതികൾക്ക് ജാമ്യം നൽകിയത് റദ്ദാക്കണമെന്നാണ് ആവശ്യം. പ്രതികൾക്ക് ആലപ്പുഴ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് മുൻകൂർ ജാമ്യം നൽകിയത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. എന്തായിരിക്കും VD സതീശൻ കാത്തുവച്ചിരിക്കുന്ന വിസ്മയങ്ങൾ? VD സർക്കാരിന്റെ ആദ്യ ബജറ്റ് നാളെ നിയമസഭയിൽ അവതരിപ്പിക്കുമ്പോൾ ഉറ്റുനോക്കുകയാണ് ഏവരും. തെരഞ്ഞെടുപ്പിന് മുൻപ് നടത്തിയ പ്രഖ്യാപനങ്ങളും വാഗ്ദാനങ്ങളും ബജറ്റിൽ ഇടം നേടുമോ? മുഖ്യമന്ത്രി തന്നെയാണ് ബജറ്റ് അവതരിപ്പിക്കുന്നത് എന്ന പ്രത്യേകതയും ഇത്തവണയുണ്ട്. വിശകലനങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് എബി ജോൺ തോമസ് ചേരുകയാണ്. എബി, തുടക്കത്തിലെ തന്നെ നിലപാടുകൾ കൊണ്ട് ശ്രദ്ധേയനായിരുന്നു VD സതീശൻ. പറഞ്ഞ പലതും അധികാരത്തിലെത്തിയ ഉടനെ തന്നെ അദ്ദേഹത്തിന് നടപ്പാക്കാൻ സാധിച്ചു. അതുകൊണ്ടൊക്കെ തന്നെ VD സർക്കാരിൻ്റെ ബജറ്റിനായി ഏറെ പ്രതീക്ഷയോടെയാണ് ജനങ്ങൾ കാത്തിരിക്കുന്നത്. ഈ നൽകിയ വാഗ്ദാനങ്ങൾ അതൊരു വിസ്മയമായി നാളെ കാണാൻ സാധിക്കുമോ? ശ്രീജ, VD സതീശന്റെ വിസ്മയ ചെപ്പിൽ എന്തൊക്കെയാണ് ഉള്ളതെന്നറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. എന്തായാലും നാളെ VD സതീശൻ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ അതൊരു ഒരു പുതിയ ചരിത്രം, ഒരു ചരിത്രത്തിന്റെ കൂടെ എഴുതപ്പെടുക എന്നുള്ള ഒരു സംഭവം കൂടിയുണ്ട്. കാരണം R ശങ്കർ, ഒപ്പം തന്നെ ഉമ്മൻചാണ്ടി തുടങ്ങിയിട്ടുള്ള മുഖ്യമന്ത്രിമാർ അവർ ധനവകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷം ആ നിലയിലേക്ക്, ആ പട്ടികയിലേക്ക് VD സതീശൻ കൂടി എത്തുന്നു എന്നുള്ളൊരു പ്രത്യേകത കൂടി നാളത്തെ ബജറ്റ് അവതരണത്തിലൂടെ കൈവരിക്കുകയാണ്. എന്തായാലും ഏതെല്ലാം തരത്തിലുള്ള വിസ്മയങ്ങളാണ് ആ ബജറ്റ് പെട്ടിക്കകത്ത് ഉള്ളത് എന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. കാരണം ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ധവളപത്രം ഉൾപ്പെടെ ഇറക്കി സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി വലിയ പരിങ്ങളിലാണ് എന്നുള്ള കാര്യം വ്യക്തമാക്കിയതിന് ശേഷമാണ് ഇത്തരത്തിലൊരു ബജറ്റിലേക്ക് സംസ്ഥാനം പോകുന്നത് എന്നുള്ളതാണ്. ഈ ബജറ്റ് അവതരണ ഘട്ടത്തിൽ ഏതെല്ലാം തരത്തിലുള്ള ജനപ്രിയമായിട്ടുള്ള എത്രമാത്രം വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും എന്നുള്ളത് നമുക്കത് വലിയൊരു പ്രതീക്ഷയോടുകൂടി കാണേണ്ടതില്ല എന്നുള്ളതാണ്. കാരണം നികുതി ഉൾപ്പെടെ നികുതി ഇതര വരുമാനം, നികുതി കൃത്യമായ രീതിയിൽ പിരിച്ചുകൊണ്ട് ഈ ഖജനാവിനെ കൃത്യമായ രീതിയിൽ ബലപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു കാര്യമായി ഈ ബജറ്റ് അവതരണത്തിൽ, അല്ലെങ്കിൽ അതിനുള്ള മാർഗങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ് പ്രധാനമായും നമ്മൾ മനസ്സിലാക്കുന്നത് കാര്യം. കാരണം സംസ്ഥാനത്തിന് പ്രധാനപ്പെട്ട വരുമാന സ്രോതസ്സുകളായിട്ടുള്ള സ്വന്തം നികുതി, നികുതി ഇതര വരുമാനം, കേന്ദ്രവിഹിതം എന്നിവയിൽ കൃത്യമായിട്ടുള്ള പുനഃക്രമീകരണം ഉണ്ടാകും എന്നുള്ള ഒരു കണക്കുകൂട്ടൽ നമുക്കുണ്ട്. കാരണം ഒപ്പം തന്നെ കേന്ദ്രത്തിൻ്റെ ഫണ്ട് കൃത്യമായ രീതിയിൽ നേടിയെടുക്കുക, അതിന് വേണ്ടിയിട്ടുള്ള കൗശലപൂർവ്വമായിട്ടുള്ള ചില ഇടപെടലുകൾ സ്വാഭാവികമായും ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ പൊതുജനങ്ങളൊക്കെ തന്നെയും വലിയ രീതിയിൽ വലിയ പ്രതീക്ഷയോട് കൂടി തന്നെയാണ് ഈ ബജറ്റിനെ കാണുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. നെൽ കർഷകരുണ്ട്, കശുവണ്ടി വ്യവസായമുണ്ട്, അതൊക്കെയും ആകപ്പാട് തകർന്നു നടക്കുന്ന സാഹചര്യമാണ്. ഒപ്പം തന്നെ റബ്ബർ കർഷകർ, റബ്ബറിന്റെ താങ്ങുവില ഇനി വർദ്ധിപ്പിക്കുമോ എന്നുള്ള ഒരു ചോദ്യമുണ്ട്. ഒപ്പം തന്നെ ഈ പെൻഷന്റെ തുക വർദ്ധിപ്പിക്കാൻ ഏതെങ്കിലും തരത്തിൽ കുറച്ച് തുകയെങ്കിലും വർദ്ധിപ്പിക്കുമോ എന്നുള്ളൊരു ചോദ്യത്തിന് ഉത്തരം തേടുന്ന ആളുകളുണ്ട്. അങ്ങനെ നിരവധിയായിട്ടുള്ള ഇത്തരത്തിലുള്ള ജനക്ഷേമകരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഉള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമോ എന്നുള്ള കാര്യം കൂടി ഇതുമായി ബന്ധപ്പെട്ട് ഉറ്റുനോക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഏറ്റവും പ്രധാനമായും ഉറ്റുനോക്കുന്നത് കിഫ്ബിയുടെ കാര്യത്തിൽ ഏത് തരത്തിലേക്കുള്ള ഒരു നടപടിയായിരിക്കും, ഒരു തീരുമാനമായിരിക്കും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുക എന്നുള്ളത് തന്നെയാണ്. കാരണം കിഫ്ബിക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. ഈ ധവളപത്രം ഇറക്കിയ ഘട്ടത്തിൽ പോലും കിഫ്ബിയിലൂടെ ഉണ്ടായിട്ടുള്ള വലിയ നഷ്ടങ്ങൾ, കിഫ്ബി ഉദ്യോഗസ്ഥരുടെ കാര്യങ്ങളൊക്കെ തന്നെയും പ്രധാനമായും എടുത്ത് സൂചിപ്പിക്കുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അതുമൂലം ഉണ്ടായിട്ടുള്ള ബാധ്യതകളൊക്കെ തന്നെയും എടുത്തു പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ കിഫ്ബിയുടെ ഭാവി എന്തായിരിക്കും എന്ന് തന്നെയാണ് പ്രധാനമായും ഉറ്റുനോക്കുന്നത്. ഒപ്പം തന്നെ അതിന് സമാനമായ രീതിയിൽ ഫണ്ട് കണ്ടെത്തിക്കൊണ്ട് നടപടികളിലേക്ക്, വികസന പ്രവർത്തനങ്ങളിലേക്ക് ഏത് വിധേന പോകാൻ കഴിയും, അതിന് ഏത് പുതിയ ഫോർമുലയാണ് കണ്ടെത്തിയിരിക്കുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് പ്രധാനമായും ഉറ്റുനോക്കുന്നത്. എന്തായാലും ആ വിസ്മയച്ചെപ്പിൽ എന്തുണ്ട് എന്നറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ശ്രീജ, തീർച്ചയായും എബി സൂചിപ്പിച്ചതുപോലെ ധവളപത്രമൊക്കെ ഇറക്കി
ധനസ്ഥിതിയൊക്കെ അറിയിച്ചതാണ്. അതുകൊണ്ട് തന്നെ വിസ്മയത്തിന് എന്തെങ്കിലും മങ്ങലുണ്ടാകുമോ? എന്തായാലും അത് നാളെ നമുക്കറിയാം എന്ന് തന്നെയാണ് പറയാനുള്ളത്. എന്തായാലും സംസ്ഥാന ബജറ്റ് വരുമ്പോൾ കേരളത്തിലെ ജനങ്ങൾ വലിയ പ്രതീക്ഷയിലാണ്. അവരുടെ പ്രതീക്ഷകൾ എന്തൊക്കെയാണ് നോക്കാം. അഭിപ്രായമാണ്. കാരണം ജനക്ഷേമകരമായ കാര്യമാണ് ഈ പ്രിയദർശിനി സ്ത്രീ സൗജന്യ യാത്ര. മെയിനായിട്ടും ഇവിടെ സാധാരണ വീട്ടമ്മമാർക്കും കോളേജിൽ പോകുന്ന കുട്ടികൾക്കും വളരെ നല്ലതാണ്. പുതിയ ബജറ്റിൽ ഈ ജില്ലയ്ക്ക് വളരെ പ്രതീക്ഷയാണ്. നമ്മൾ ശബരിമല വികസനമാണ് മെയിനായിട്ടും നമ്മൾ ഉദ്ദേശിക്കുന്നത്. ശബരിമല എരുമേലിയൊക്കെ ഉൾപ്പെടുന്ന പ്രദേശമാണ്. പിന്നെ ഒരു എയർപോർട്ട് കൂടെ ഈ ജില്ലയിൽ കൊടുമണ്ണോവല്ലം വരണമെന്നുള്ളൊരു ആഗ്രഹമുണ്ട്. പാവങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം, അങ്ങനെയുള്ളൊരു ഇത് വരണമെന്നാണ് നമ്മുടെ ആഗ്രഹം. പാവങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യണമെന്നാണ്? പിന്നെ പാവങ്ങളായിട്ട് താമസിക്കുന്ന ആൾക്കാരൊക്കെ ഇല്ലേ, അവര് കണ്ടുപിടിച്ച് അവർക്ക് അർഹതയുള്ളവർക്ക് എന്തെങ്കിലും കൊടുക്കണം, അത് ചെയ്യണം. അങ്ങനാണെങ്കിലല്ലേ നമുക്കൊരിത് പറയാനൊക്കത്തുള്ളൂ. ഇതുവരെയുള്ള ഭരണത്തിൽ കുഴപ്പമൊന്നുമില്ല. പുതിയ സർക്കാർ വന്നതുകൊണ്ട് എല്ലാവർക്കും നല്ല പ്രതീക്ഷ തന്നെ കേരളത്തിൽ. ഇപ്പം സ്ത്രീകൾക്ക് തന്നെ ഒത്തിരി മുൻഗണനയായി. ബസിന്റെ ചാർജ് കുറച്ച് ഫ്രീ സർവീസാക്കി. ഏറ്റവും നല്ല ഭരണം കാഴ്ചവെക്കുന്ന എല്ലാവരും പറയുന്ന അഭിപ്രായം. ബഡ്ജറ്റിലെ പ്രതീക്ഷയുണ്ട്, നോക്കാം. പുതിയ പദ്ധതികൾ ഉണ്ടാവും തോന്നുന്നു. തദ്ദേശ സംബന്ധിച്ചുള്ള ആള് ക്ലീനാ, കുഴപ്പമില്ല. പിന്നെ കൂടുതൽ ഒരു മന്ത്രിസഭയില്ലയോ, കുറെ കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കേണ്ടതുണ്ടല്ലോ, ഒക്കെ തീർക്കണ്ടേ. അതിനോട് അവസരം അവർക്ക് കിട്ടണ്ടേ. ഒരു അവസരം കൊടുക്കാതെ നമുക്ക് പറ്റത്തില്ല. ഒരു 3 മാസമെങ്കിലും ഒരു 3 മുതൽ 6 മാസം കൊണ്ട് നമുക്ക് വിലയിരുത്താൻ എങ്ങനെ പോകുന്ന കാര്യങ്ങൾ. ഇത് നല്ലതാകുമെന്ന് പ്രതീക്ഷിക്കും. വളരെ നല്ലല്ലേ. നേരത്തെ വേണ്ടി 10 വർഷം മുമ്പേ വേണ്ടിയായിരുന്നു. പാകകാല പ്രതീക്ഷ, പൊതുജനത്തിനെല്ലാം പ്രയോജനപ്പെടുത്തലുള്ള പ്രതീക്ഷകളാണ് മൊത്തം. എല്ലാം വരും. 1 മാസമല്ലേ ആയുള്ളൂ. അവർ ഇരുന്നിട്ട് വേണം കാല് നീട്ടാൻ. അപ്പോഴത്തേക്കെല്ലാം പുറകെ എല്ലാം വന്നോണ്ടിരിക്കും. എല്ലാം നല്ലത് തന്നെ, നല്ലതായിട്ട് ഭരണമായിട്ട് പോകുന്നു. ഒരു കുഴപ്പമില്ല, സന്തോഷം. നടക്കട്ടെ, നല്ലപോലെ. ഒരു കുഴപ്പമില്ല, തീർച്ചയായിട്ടും. ഓക്കെ, ഒക്കെ അതൊക്കെ വേണ്ടത് നല്ലപോലെ ചെയ്തോളും. എല്ലാം നല്ലപോലെ നോക്കി കണ്ട് ചെയ്തോളൂ. ഒരു കുഴപ്പമില്ല. നല്ല ഭരണമാണ്. എല്ലാവരും ജനങ്ങളെല്ലാം ഇഷ്ടപ്പെടുന്ന സർക്കാരാണ്. എല്ലാ മനുഷ്യരെയും ഒരുപോലെ ഉൾക്കൊള്ളുന്ന ഒരു ഗവൺമെന്റാണ് ഇപ്പോൾ ഇരിക്കുന്നത്. പ്രത്യേകിച്ച് എടുത്ത് വി.ഡി. സതീശൻ മുഖ്യമന്ത്രി സാറ്. നമ്മുടെ പ്രതീക്ഷ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് എന്തെങ്കിലും നമുക്ക് കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്. അതാണ് പറയാനുള്ളത്. എന്തോ സബ്സിഡി എന്താണ് വരുന്നു പറഞ്ഞു കേട്ടു, അത് തരുമെന്ന് വിശ്വസിക്കുന്നു. ഇപ്പോഴത്തെ ചിലവുകൾ വെച്ച് നോക്കുമ്പോൾ നികുതിയൊക്കെ കൂടാനാണ് ചാൻസ്. അല്ലാണ്ട് ഇത്രയും ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ഫണ്ട് വേണം. വി.ഡി. സതീശൻ സർക്കാർ ഇപ്പം തന്നെ ചെയ്യുന്നതൊക്കെ നല്ല കാര്യങ്ങളാണ്. പിന്നെ സതീശൻ നമുക്ക് എല്ലാവർക്കും വിശ്വാസമുണ്ട്. പുള്ളിക്ക് മാറ്റമൊന്നുമില്ല. പുള്ളി ഇപ്പം തന്നെ ജനങ്ങളുടെയൊക്കെ എല്ലാ അംഗീകാരം പിടിച്ചു പറ്റിക്കൊണ്ടുള്ളൊരു മുന്നോട്ടുള്ള പോക്കാണ്. ധനമന്ത്രി, ധനശാസ്ത്രജ്ഞനല്ലേ. അത് നമുക്ക് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ അറിയാം. നിയമസഭയിൽ പ്രതിപക്ഷ നേതാവായിട്ട് ഇരിക്കുന്ന സമയത്തൊക്കെ ഒരുപാട് ഫൈറ്റൊക്കെ നടത്തി നമ്മൾ കണ്ടിട്ടുള്ളതാണ്. മുൻ സർക്കാരുകളൊക്കെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ പുള്ളി പൊളിക്കും. അതിനകത്ത് മാറ്റമൊന്നുമില്ല. അതിപ്പം ബസ് യാത്ര നമ്മൾ കണ്ടില്ലേ, എല്ലാം സിറ്റി ഫാസ്റ്റ് എന്നും പറഞ്ഞ് വെച്ച് എല്ലാം മാറ്റിയില്ലേ. നേമം, നെടുമങ്ങാട്, അങ്ങനെ ചെറിയ ഇതൊക്കെ അല്ലേ ഉള്ളൂ. ഈ പറയണേന്നെല്ലാം വ്യതിയാനം വരെയല്ലേ. അല്ല, അവർ കയറിയപ്പോൾ തന്നെ കുറേ കാര്യങ്ങൾ നടപ്പാക്കിയല്ലോ. ഇപ്പോൾ കണ്ടിന്യൂ ചെയ്യുമെന്ന് തോന്നുന്നു. കെ.എം. മാണി സാറിന് ശേഷം കേരളം കാണാൻ പോകുന്ന ഏറ്റവും മികച്ച ബഡ്ജറ്റായിരിക്കും. എസ്പെഷ്യലി യുവാക്കൾക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു ബഡ്ജറ്റായിരിക്കും വി.ഡി. സതീശൻ സർക്കാരിൻ്റേത്. ഈ ബഡ്ജറ്റിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ഒരുപാട് റോഡുകളൊക്കെ വലിയ ഒരുപാട് പണിയൊക്കെ എടുത്തിട്ടേക്കാണ്. അതൊന്നും തീർന്നില്ല. ഇവരിപ്പം കുറച്ച് നിയമങ്ങളൊക്കെ പോലീസിൻ്റെ അതും ഇതൊക്കെ കൊണ്ടുവന്നിട്ടൊന്നും കാര്യമില്ല. നമുക്ക് വികസനമാണ് നമുക്ക് ആവശ്യം. അതിവിടെ നടക്കുന്നില്ല. ഇവർ ഇവിടെ വന്ന് നമുക്ക് കഞ്ചാവ് വേട്ട ഇതൊക്കെയാണ് ഇതിപ്പം ചെയ്യുന്നത്. വികസനങ്ങളില്ല. ആളുകളെ കാണിക്കാൻ വേണ്ടി കുറച്ച് കാര്യങ്ങൾ ചെയ്യണമെന്നേ ഉള്ളൂ. വികസനങ്ങളൊന്നും നടക്കുന്നില്ല. പല ബജറ്റുകളും അവതരിപ്പിക്കും പാപങ്ങളുടെയോ അല്ലെങ്കിൽ കൃഷിക്കാരുടെയോ കൂലിപ്പണിക്കാരുടെയോ നന്മയ്ക്ക് വേണ്ടി അത് ഉപകാരപ്രദമാകുന്നില്ല. പലപ്പോഴും അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാന്ന് വെച്ചാൽ അത് കൂടിയ ലെവലിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ഗവൺമെൻറ് ഉദ്യോഗസ്ഥർക്കൊക്കെ പെൻഷൻ കിട്ടും. ഒരു കൃഷിക്കാരനെ സംബന്ധിച്ച് അവനൊന്നുമില്ലെങ്കിൽ അവർക്ക് പോയി ഒന്നും കിട്ടാനില്ല. ഒരു പെൻഷനും ഇല്ല, ഒന്നുമില്ല. ജോലിക്ക് ഉള്ളവർക്ക് ജോലിക്ക് ശമ്പളം കൂട്ടാനും അവർക്ക് പെൻഷൻ കൊടുക്കാനും ഒക്കെ ഒത്തിരി പേര് തയ്യാറായിരിക്കും. പക്ഷേ പാവപ്പെട്ടവനെ തിരിഞ്ഞു നോക്കാൻ ആരും കാണില്ല. എന്തുകൊണ്ട് അതിനായി പണമില്ല? ഒന്നിനൊന്നിന് പിരിവ് കൂട്ടുന്നുണ്ട്. കാരണം കൊണ്ട് ഓരോന്നിനും ടാക്സ് ഒത്തിരി കൂട്ടുന്നുണ്ട്. ഈ ടാക്സൊക്കെ കൂട്ടിയിട്ട് എന്തുകൊണ്ട് അതിനായി പണമില്ലാതെ വരുന്നു? അത് ദൂർത്തടിക്ക് ഉപയോഗിക്കുന്നുണ്ടാണ്. ഇത്രയും ഖജനാവ് പൊളിയാൻ കാരണം പല കാര്യങ്ങളും ഉപകാരപ്രദമായിട്ട് ഉപയോഗിക്കാത്തതുകൊണ്ടാണ്. ദൂർത്തടിക്കാണ്. കടലിനെ ആശ്രയിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ആയിരക്കണക്കിന് മത്സ്യത്തൊഴിലാളികൾ
വർദ്ധിച്ച ഇന്ധനച്ചെലവും കാലാവസ്ഥാ വെല്ലുവിളികളും മൂലം ബുദ്ധിമുട്ടുന്നവർ. അതിനാൽ തന്നെ ബജറ്റിനെ വലിയ പ്രതീക്ഷകളോടെയാണ് അവർ ഉറ്റുനോക്കുന്നത്. ക്ഷേമ പദ്ധതികൾക്കും അടിസ്ഥാന സൗകര്യ വികസനത്തിനും കൂടുതൽ പരിഗണന ലഭിക്കുമോ? മത്സ്യബന്ധന മേഖല കാത്തിരിക്കുന്നു. ഡീസൽ സബ്സിഡി മുതൽ ആഴക്കടൽ മത്സ്യബന്ധനത്തിനുള്ള സമഗ്ര പദ്ധതി വരെ നിരവധി ആവശ്യങ്ങളാണ് മത്സ്യബന്ധന മേഖലയുടെ ബജറ്റ് പ്രതീക്ഷകൾ. തുറമുഖങ്ങളിൽ ആധുനിക ശീതീകരണ സംവിധാനങ്ങൾ ഒരുക്കുക, ആഴക്കടൽ മത്സ്യബന്ധനത്തിന് സമഗ്ര പദ്ധതി നടപ്പാക്കുക എന്നിവയാണ് പ്രധാന ആവശ്യങ്ങൾ. മത്സ്യബന്ധന തുറമുഖങ്ങളുടെ ആധുനികവൽക്കരണം, മത്സ്യം സംഭരിക്കാനും വിപണിയിലെത്തിക്കാനുമുള്ള അടിസ്ഥാന സൗകര്യ വികസനം, മത്സ്യബന്ധന ബോട്ടുകൾക്കുള്ള ഇന്ധന സബ്സിഡി വർദ്ധിപ്പിക്കുക എന്നിവയും ബജറ്റിൽ പരിഗണിക്കണമെന്ന് ഈ മേഖല ആവശ്യപ്പെടുന്നു. ഞങ്ങൾക്ക് മത്സ്യത്തൊഴിലാളികൾക്ക് ആഴക്കടലിൽ പോയി മീൻ പിടിക്കാനുള്ള സാഹചര്യം ഇപ്പോൾ ഇല്ലാത്ത ഒരവസ്ഥയാണ് മത്സ്യത്തൊഴിലാളികൾ തീരദേശം മൊത്തം വേദന അനുഭവിക്കുന്നത്. കേന്ദ്ര സർക്കാർ ഇന്ന് മത്സ്യത്തൊഴിലാളികൾക്ക് മണ്ണെണ്ണ അനുവദിക്കുക, അതാ ഫസ്റ്റ് നിബന്ധനം. വേറെ മത്സ്യ ഉപകരണങ്ങളുടെ സാധനങ്ങൾ ഞങ്ങൾക്ക് വില കുറയ്ക്കുക എന്നുള്ള ഒരു ആവശ്യം കൂടെ ചെയ്യുക. കടലാക്രമണ ഭീഷണി നേരിടുന്ന തീരദേശ മേഖലകളുടെ സംരക്ഷണത്തിനും പ്രത്യേക പദ്ധതികൾ പ്രഖ്യാപിക്കണമെന്നാണ് ആവശ്യം. കടലാക്രമണം രൂക്ഷമായ തീരപ്രദേശങ്ങളിൽ കടൽഭിത്തി നിർമ്മാണം വേഗത്തിലാക്കുക, മത്സ്യത്തൊഴിലാളികൾക്കുള്ള ഭവന പദ്ധതികൾ വിപുലീകരിക്കുക, ഇൻഷുറൻസ് പരിരക്ഷയും മത്സ്യബന്ധന ഉപകരണങ്ങൾക്കുള്ള ഇൻഷുറൻസ് പദ്ധതികളും ശക്തിപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങളും ഉന്നയിക്കുന്നുണ്ട്. ട്രോളിംഗ് നിരോധന കാലയളവിൽ സൗജന്യ റേഷനു പുറമെ മത്സ്യത്തൊഴിലാളികൾക്ക് ധനസഹായം നൽകുന്നതിനും പ്രത്യേക തുക വകയിരുത്തണമെന്നാണ് ആവശ്യം. ഉപജീവനത്തിനായി കടലിനെ മാത്രം ആശ്രയിക്കുന്ന ആയിരക്കണക്കിന് കുടുംബങ്ങൾക്ക് ആശ്വാസമാകുന്ന പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമോ എന്നാണ് മത്സ്യബന്ധന മേഖല ഈ ബജറ്റിൽ ഉറ്റുനോക്കുന്നത്. സുധീഷ്, അമൃത ന്യൂസ്, കൊല്ലം. ഇളവുകൾ ഉൾപ്പെടെ കേന്ദ്രവുമായി തുടർ നടപടികൾ സംസ്ഥാന സർക്കാർ ചർച്ച ചെയ്യാനിരിക്കെ PM ശ്രീ പദ്ധതിയെ ചൊല്ലി പോരും കനക്കുകയാണ്. പ്രതിപക്ഷത്തിരുന്നപ്പോൾ പദ്ധതിയെ എതിർത്ത VD സതീശന്റെ ഇപ്പോഴത്തെ നയം മാറ്റത്തിന്റെ കാര്യം തിരക്കുകയാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. MOU ഒപ്പിട്ടതുകൊണ്ട് മാത്രം പദ്ധതിയുമായി മുന്നോട്ട് പോകേണ്ടതില്ല എന്ന് ഓർമ്മിപ്പിക്കുന്നുമുണ്ട്. എന്നാൽ പദ്ധതിയിൽ ഒപ്പിട്ടില്ലേ, അതിനാൽ പിന്നോട്ടു പോകാനാകില്ല എന്ന് വാദിക്കുകയാണ് ഭരണപക്ഷം. PM ശ്രീ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ച UDF സർക്കാർ തുടർ നടപടികളിലേക്ക് കടക്കുകയാണ്. പദ്ധതിയിൽ ഏതൊക്കെ കാര്യങ്ങളിൽ ഇളവ് വേണമെന്നതുൾപ്പെടെ മന്ത്രിസഭാ ഉപസമിതി വിശദമായി പഠിച്ച് റിപ്പോർട്ട് ഉടൻ നൽകും. അതിനുശേഷം കേന്ദ്രവുമായി തുടർ ചർച്ചകളിലേക്ക് കടന്ന് കരാറിലെ വ്യവസ്ഥകളിൽ പുനഃപരിശോധന നടത്തും. കരിക്കുലം തീരുമാനിക്കുന്നതും സ്കൂളുകളുടെ തെരഞ്ഞെടുപ്പും സംസ്ഥാനം നിശ്ചയിക്കും. ഇതിൽ കേന്ദ്രം ഇടപെടാനാകില്ല എന്ന ഇളവാണ് പ്രധാനമായും തേടുന്നത്. അതേസമയം കടുത്ത വാക്പോരാണ് PM ശ്രീയിൽ ഭരണപ്രതിപക്ഷം തമ്മിൽ. പ്രതിപക്ഷത്തിരുന്നപ്പോൾ എതിർത്ത UDF അധികാരത്തിൽ വന്നപ്പോൾ എന്തുകൊണ്ട് നയം മാറ്റിയെന്ന് മറുപടി പറയണമെന്ന് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. UDF BJPക്ക് മുന്നിൽ മുട്ടുമടക്കിയെന്നും പിണറായി വിജയൻ വിമർശിച്ചു. തെരഞ്ഞെടുപ്പിന് മുൻപ് തങ്ങൾ ഉയർത്തിയ എതിർപ്പുകളൊക്കെ മാറ്റിവെച്ച് കേന്ദ്ര സർക്കാരിന്റെ മുന്നിൽ, അവരുടെ നയങ്ങൾക്ക് മുന്നിൽ കീഴടങ്ങാൻ തീരുമാനിച്ചത് എന്തടിസ്ഥാനത്തിലാണ്? ഇത് UDF ഉത്തരം പറയേണ്ട ഒരു കാര്യമാണ്. MOU ഒപ്പിട്ടതുകൊണ്ട് മാത്രം പദ്ധതിയുമായി മുന്നോട്ട് പോകണമെന്നില്ല എന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ വാദം. എന്നാൽ ഭരണപക്ഷമാകട്ടെ MOUവിൽ ഒപ്പിട്ടതിനാൽ പിന്നോട്ട് പോകാനാകില്ല എന്ന വാദം ആവർത്തിച്ചാണ് പ്രതിരോധം തീർക്കുന്നത്. ഒപ്പിട്ടവരാരാ? ഞങ്ങളാണോ? ഒപ്പിട്ട് ആദ്യത്തെ ഒരു കോട്ടയും വാങ്ങി. അതെന്താ തടസ്സം തടഞ്ഞു വയ്ക്കാൻ കാരണം എന്തായിരുന്നു? SSA ഇതിൽ ഒപ്പിടാണ്ട് തരില്ല എന്ന് പറഞ്ഞു. വേഗം പോയിട്ട് ഒപ്പിട്ടു. മാത്രമല്ല, ഞാൻ പറയാം, തലയിൽ കൊണ്ടിട്ടല്ലേ പോയിട്ട് ഒപ്പിട്ടെ. ക്യാബിനറ്റ് യോഗത്തിൽ മന്ത്രി രാജ്യം ചോദിക്കുകയാണ് അന്ന്, ഒപ്പിട്ടോ, നമുക്ക് പിന്നെ ആലോചിക്കാം. ഇതങ്ങനെയല്ല, ഞങ്ങൾ കൂട്ടായി തീരുമാനം എടുത്തു, ആ തീരുമാനം ഞങ്ങൾ നടപ്പാക്കുന്നു. ഒപ്പിട്ട സ്ഥിതിക്ക് അതിന് പിന്മാറാൻ നിവർത്തിയില്ല. അതുകൊണ്ട് പക്ഷേ സിലബസ് നിർണയത്തിലൊക്കെ ശക്തമായിട്ടുള്ള തീരുമാനം കേരള ഗവൺമെൻറ് ഉണ്ട്. പഠിപ്പിക്കേണ്ട എന്ന് കേന്ദ്രം പറഞ്ഞാൽ പഠിപ്പിക്കേണ്ട വിഷയമാണെങ്കിൽ പഠിപ്പിക്കും. ഭരണത്തിൽ വന്നാൽ PM ശ്രീ അറബിക്കടലിൽ എറിയുമെന്ന് പറഞ്ഞ ലീഗ് നേതാവ് KM ഷാജി ഇപ്പോൾ മന്ത്രിസഭയിലാണ്. ഭരണം മാറിയാലും സർക്കാർ തുടർച്ചയാണ് എന്ന് ചൂണ്ടിക്കാട്ടി ഒഴിഞ്ഞുമാറുകയാണ് KM ഷാജി അടക്കമുള്ള ലീഗ് മന്ത്രിമാർ. അമൃത ന്യൂസ്, തിരുവനന്തപുരം. പശ്ചിമേഷ്യ സമാധാനത്തിലേക്ക് അമേരിക്ക-ഇറാൻ സമാധാന കരാർ യാഥാർത്ഥ്യമായിരിക്കുന്നു. കരാറിൽ ഒപ്പുവെച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാനും. G7 ഉച്ചകോടിക്കിടെ ഫ്രാൻസിൽ വെച്ചാണ് ട്രംപ് കരാറിൽ ഒപ്പുവെച്ചത്. ഇറാൻ പ്രസിഡന്റ് ഡിജിറ്റലായിട്ടും. US സൈനിക ഉപരോധം നീക്കിയതോടെ ഹോർമൂസ് കടലിടുക്കിലെ ചരക്ക് ഗതാഗതം സാധാരണ നിലയിലായി. അത് അന്താരാഷ്ട്ര വിപണിയിലും പ്രതിഫലിച്ചു. എണ്ണ വില കുറഞ്ഞു. ഊർജ്ജ പ്രതിസന്ധിക്ക് ഇതോടെ പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷ. പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾ ആരംഭിച്ച് ഇന്നേക്ക് 111-ാം ദിവസമാണ് ഇറാൻ അമേരിക്ക സമാധാന കരാറിന് ഇരു രാജ്യങ്ങളും ഒപ്പുവയ്ക്കുന്നത്. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി വെഴ്സായ് കൊട്ടാരത്തിൽ നടന്ന അത്താഴ വിരുന്നിനിടെയാണ് ട്രംപ് കരാറിൽ ഒപ്പുവെച്ചത്.
ട്രംപ് ഒപ്പിട്ട കരാർ ഉടമ്പടി ഇറാനിലേക്ക് ഡിജിറ്റലായി കൈമാറുകയും അതിൽ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ ഒപ്പിടുകയുമായിരുന്നു. നിലവിലെ ധാരണ പ്രകാരം 14 ഇന കരാർ ഉടമ്പടിയിലാണ് ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചത്. കരാർ പ്രകാരം അമേരിക്കയും ഇറാനും അവരുടെ സഖ്യകക്ഷികളും ലെബനൻ ഉൾപ്പെടെയുള്ള എല്ലാ മുന്നണികളിലും ഉടനടി സൈനിക നടപടികൾ അവസാനിപ്പിക്കുമെന്നും പരസ്പരം ഭീഷണിപ്പെടുത്തില്ലെന്നും വ്യക്തമാക്കുന്നു. കൂടാതെ കരാർ പ്രകാരം ഇറാൻ ഒരിക്കലും ആണവായുധങ്ങൾ വാങ്ങുകയോ നിർമ്മിക്കുകയോ ഇല്ല എന്ന് സമ്മതിച്ചിട്ടുണ്ട്. നിലവിലുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയം അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ മേൽനോട്ടത്തിൽ ലഘൂകരിക്കുകയും ചെയ്യും. എന്നാൽ ഇറാൻ കരാർ ലംഘിച്ചാൽ കടുത്ത ബോംബാക്രമണം നടത്തുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകി. അതേസമയം നാളെ ജനീവയിൽ നിശ്ചയിച്ചിരുന്ന ഔദ്യോഗിക കൂടിക്കാഴ്ചകൾക്ക് മാറ്റമില്ല. കരാർ ഒപ്പുവച്ചതോടെ അടുത്ത 60 ദിവസത്തിനുള്ളിൽ അന്തിമ വ്യവസ്ഥകൾ സംബന്ധിച്ച് ഇരു രാജ്യങ്ങളും ചർച്ചകൾ പൂർത്തിയാക്കും. കരാർ നിലവിൽ വന്നതോടെ ഹോർമൂസിലെ ചരക്ക് ഗതാഗതം സാധാരണ നിലയിലേക്ക് പ്രവർത്തനം ആരംഭിച്ചു. ഇന്ത്യയിലേക്ക് പുറപ്പെട്ട ആദ്യ കപ്പൽ ഇന്ന് ഗുജറാത്തിലെ ദഹേജ് തുറമുഖത്ത് എത്തിച്ചേരും. 62,370 മെട്രിക് ടൺ LNGയുമായാണ് കപ്പൽ എത്തുന്നത്. പശ്ചിമേഷ്യൻ യുദ്ധത്തെ തുടർന്ന് കഴിഞ്ഞ 3 മാസത്തിലേറെയായി കപ്പൽ മേഖലയിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. ഇന്ധനവും രാസവളവും അടങ്ങിയ 34 ഇന്ത്യൻ കപ്പലുകൾ കൂടി ഉടനെത്തും. കേന്ദ്രം സാഹചര്യം നിരീക്ഷിച്ചു വരികയാണ്. ഹോർമൂസ് കടന്ന് ഈ കപ്പലുകൾ ഇന്ത്യയിൽ എത്തുന്നതോടുകൂടി കഴിഞ്ഞ കുറച്ചു നാളുകളായി ഇന്ത്യയിലുണ്ടായിരുന്ന ഊർജ്ജ പ്രതിസന്ധിക്ക് അയവ് വരും എന്നാണ് കേന്ദ്ര സർക്കാർ വിലയിരുത്തൽ. ഇന്റർനാഷണൽ ഡെസ്ക്, അമൃത TV. മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് അനുവദിക്കില്ല എന്ന വിജയ് സർക്കാരിന്റെ നയപ്രഖ്യാപനം കേരള സർക്കാരിന്റെ ശ്രമങ്ങൾ തടയുമെന്നും സർക്കാർ വ്യക്തമാക്കി. അറ്റകുറ്റപ്പണികളുമായി മുന്നോട്ടു പോകുമെന്നും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ അറിയിച്ചു. ദ്വിഭാഷാ നയം തുടരുമെന്ന് വ്യക്തമാക്കിയ ഗവർണർ വിഷയത്തിൽ കേന്ദ്രത്തിനെതിരായ വിമർശനങ്ങളും വായിച്ചു. സഭാ സമ്മേളനത്തിന് തുടക്കത്തിൽ വന്ദേമാതരം ആലപിച്ചില്ല. സർക്കാരുകൾ മാറിയാലും മുല്ലപ്പെരിയാർ അടക്കം വൈകാരിക വിഷയങ്ങളിൽ തമിഴ്നാടിന് കടുത്ത നിലപാട് തന്നെയെന്ന് വ്യക്തമാക്കുകയാണ് മുഖ്യമന്ത്രി വിജയ്. നിയമസഭാ സമ്മേളനത്തിന് ശേഷം മുല്ലപ്പെരിയാർ വിഷയത്തിൽ വിജയുമായി ചർച്ച നടത്തുമെന്ന് VD സതീശൻ പറഞ്ഞതിന് പിറ്റേന്നാണ് തമിഴ്നാടിന്റെ നയപ്രഖ്യാപനം. ലോകകപ്പിൽ ഇപ്പോൾ ചെക്ക് റിപ്പബ്ലിക് സൗത്ത് ആഫ്രിക്കയെ നേരിടുകയാണ്. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ചെക്ക് റിപ്പബ്ലിക് 1 ഗോളിന് മുന്നിലാണ്. 6-ാം മിനിറ്റിൽ മൈക്കിൾ സാറ്റ്ലേക്കാണ് ഗോൾ നേടിയത്. 12:30 ബോസ്നിയ സ്വിറ്റ്സർലൻഡിനെ ഇന്ന് നേരിടും. നാളെ പുലർച്ചെ 3:30 ഖത്തർ കാനഡ പോരാട്ടം നടക്കും. കുട്ടികളുടെ സോഷ്യൽ മീഡിയ ഉപയോഗത്തിന് കർശന നിയന്ത്രണം ഏർപ്പെടുത്തുകയാണ് UAE. രാജ്യത്ത് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ആരംഭിക്കുന്നതിനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം 15 വയസ്സായി നിശ്ചയിച്ചുകൊണ്ട് UAE മന്ത്രിസഭ പുതിയ പ്രമേയം അംഗീകരിച്ചു. UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭാ യോഗമാണ് കുട്ടികളുടെ ഡിജിറ്റൽ സുരക്ഷ മുൻനിർത്തിയുള്ള ഈ ചരിത്രപരമായ തീരുമാനത്തിന് അംഗീകാരം നൽകിയത്. പുതിയ നിയമപ്രകാരം 15 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ സ്വന്തമായി അക്കൗണ്ടുകൾ നിർമ്മിക്കുന്നതിനും ഉള്ളടക്കങ്ങൾ പങ്കുവയ്ക്കുന്നതിനും പബ്ലിക് ഗ്രൂപ്പുകളിൽ അംഗമാകുന്നതിനും പൂർണ്ണ വിലക്കുണ്ടാകും. 15നും 16നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് കർശനമായ നിയന്ത്രണങ്ങളോടെയും മാതാപിതാക്കളുടെ മേൽനോട്ടത്തിലും മാത്രമേ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ അനുവാദമുള്ളൂ. മാതാപിതാക്കളുടെ സമ്മതപത്രം ഉണ്ടെന്നതുകൊണ്ട് മാത്രം 15 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഇളവുകൾ ലഭിക്കില്ല എന്നതും ഈ പ്രമേയത്തിന്റെ പ്രത്യേകതയാണ്. സോഷ്യൽ മീഡിയയുടെ അമിത ഉപയോഗം വഴിയുണ്ടാകുന്ന മാനസിക സമ്മർദ്ദങ്ങൾ, കുട്ടികൾക്ക് അനുയോജ്യമല്ലാത്ത ഉള്ളടക്കങ്ങൾ, വ്യക്തിവിവര ശേഖരണം, അപരിചിതരുമായുള്ള സുരക്ഷിതമല്ലാത്ത സമ്പർക്കങ്ങൾ തുടങ്ങിയ ഡിജിറ്റൽ അപകട സാധ്യതകളിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കുക എന്നതാണ് ഈ തീരുമാനത്തിന് പിന്നിൽ. കുട്ടികളുടെ ഓൺലൈൻ സുരക്ഷയ്ക്കായി ഇത്തരമൊരു നിയമം കൊണ്ടുവരുന്ന ആദ്യ അറബ് രാജ്യമായി UAE മാറിയിരിക്കുകയാണ്. അമൃത ന്യൂസ്, ദുബായ്. അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ ഒരുക്കം വിലയിരുത്താൻ ഗവർണർ വിവിധ വകുപ്പുകളുടെ യോഗം വിളിച്ചതിൽ രാജ്ഭവനെ അതൃപ്തി അറിയിച്ച സംസ്ഥാന സർക്കാർ. ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട യോഗങ്ങളോ അവലോകന യോഗങ്ങളോ സർക്കാരിന്റെ എക്സിക്യൂട്ടീവ് ചുമതലകളിൽപ്പെട്ടതാണ്. ഭാവിയിൽ ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ പ്രത്യേക ശ്രദ്ധ വേണമെന്ന് കാണിച്ച് ചീഫ് സെക്രട്ടറി ലോക്ഭവന് കത്ത് നൽകി.